ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഹിന്ദി ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. ഇപ്പം നിങ്ങൾ എഴുതിയ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ആൻസർ കീ ആണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ കഹാ ഹൈ? ആൻസർ ഒഡീഷ की सीमा पर. ആൻസറും കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മനോഹർപൂർ में हर ट्रेन सकती है क्यों? रुकती है क्यों? सीमा होने के कारण ആണ് ആൻസർ. ഇതാണ് ആൻസർ. छोटी पहाड़ी से गुजरती ट्रेन कैसे दिखती है? गिलोनी की तरह. അടുത്ത क्वेश्चन, रेलवे स्टेशन को साफ रखना है, इस पर एक संकेत पट तैयार करें. संकेत पट ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് संकेत पट. रेलवे स्टेशन की स्वच्छता बनाए रखें, कचरा कूड़ेदान में डालें, दीवारों पर न थूकें, स्टेशन को स्वच्छ रखने में सहयोग करें, स्वच्छता ही सेवा है. അടുത്ത ആക്ടിവിറ്റിയിൽ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. സാഫ് സഫായി അതിൽ നിന്നുള്ളതാണ്. 2 സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേം. ഇതിൽ കറക്റ്റായത് സെലക്ട് ചെയ്ത് എഴുതാനാണ്. ഇത് 2 എണ്ണം കറക്റ്റായതുണ്ട്. ഇതാണ് ആൻസർ വരുന്നത്. തേർഡ് ആയും ഈയും കറക്റ്റാണ് കേട്ടോ. ഇതും കറക്റ്റാണ്. സ്വച്ഛത അപ്നാവോ ബീമാരി സെ ദൂർ രഹോ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ സ്വച്ഛത ക്ലീൻലിനെസ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു പോസ്റ്റർ വേണം. നോക്കാം. ഇതുപോലൊരു പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. സ്വച്ഛത അപ്നാവോ ബീമാരി കോ ദൂർ ഭഗാവോ സ്വച്ഛ് രഹോ സ്വാസ്ഥ രഹോ. ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3യിൽ വരുന്നത് നമുക്ക് കേദാർനാഥ് അഗർവാളിനെ കുറിച്ചിട്ടുള്ള ഒരു 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യ ക്വസ്റ്റ്യൻ, ഗണ്ഡ്കി ആധാർ പർ പ്രൊഫൈൽ തയ്യാർ കരേ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലും പിന്നെ കേദാർനാഥ് അഗർവാൾ കിസ് പുരസ്കാർ സെ സമ്മാനിത, അയാൾക്ക് കിട്ടിയ പുരസ്കാരം ഏതാണെന്നാണ്. ഇതിൻ്റെ ആൻസർ ഇതിൽ നിന്ന് തന്നെ കിട്ടും. സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കേട്ടോ. ആൻസർ നോക്കാം. കേദാർനാഥ് അഗർവാളുടെ പ്രൊഫൈൽ, നാം കേദാർനാഥ് അഗർവാൾ, ജന്മതിഥി 1 ഏപ്രിൽ 1911 ആണ്, ജന്മസ്ഥാൻ ഉത്തർപ്രദേശ്, പ്രമുഖ രചനായും പഹ്ല പാനി, ബസന്തി ഹവ, പിന്നെ അതുപോലെ और अन्य जैसे युग की गंगा, नींद के बादल, फूल नहीं रंग बोलते हैं आदि. മൃത്യു 22 ജൂൺ 2011. ഓക്കെ, കേദാർനാഥ് അഗർവാളുടെ പുരസ്കാരം സാഹിത്യ അക്കാദമി അവാർഡ് കേട്ടോ. സാഹിത്യ അക്കാദമി പുരസ്കാർ ആൻസറാണ് പറഞ്ഞത്. അടുത്തത് ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത് ഗുഡ്സെ പ്യാറിലെ ലൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാനി കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ? വെള്ളം എന്നുള്ളതിന് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ജൽ ആണ് കേട്ടോ. അതാണ് ഇവിടെ ജൽ എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, കവിതാംശ ആശയിലേക. ഈ കവിതയുടെ ആശയമാണ്. ഈ കവിതാംശ് ഗുഡ്സെ പ്യാർ, ഈ സെൽഫ് ലവ് നിങ്ങൾ എഴുതണ്ട. ये कवितांश खुद से प्यार के महत्व को समझाता है. इसका आशय ये है कि जिस प्रकार बादल अपने जल से इतना प्रेम करता है कि वह उसे पूरी दुनिया को दे पाता है, उसी प्रकार हमें भी स्वयं से इतना प्रेम करना चाहिए कि हम उस प्रेम को दूसरों के साथ साझा कर सकें. ये बताता है कि आत्म प्रेम स्वार्थ नहीं है, बल्कि ये दूसरों को प्रेम और सहायता देने का आधार है. അടുത്തത്, यह धरती है उस किसान कविता का ये अंश पढ़े और प्रश्नों के उत्तर लिखे. तो ये धरती है उस किसान की जो बैलों के कंधों पर बरसात गांव में जुआ भाग्य का रख देता है. ഭൂമി के लिए കവിത में प्रयुक्त शब्द कौन सा है? ഭൂമി എന്നതിന് കവിതയിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് ധർത്തി എന്നാണ് കേട്ടോ. ധർത്തി എന്ന് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, കവിതയുടെ ആശയമാണ്. इस कवितांश का आशय ये है कि ये धरती उस किसान की है जो अपने बैलों के कंधों पर अपने भाग्य का छुआ रखकर चाहे बरसात हो या कड़ी धूप हर मौसम में कठोर परिश्रम करता है. यह अंश किसान के अथक परिश्रम और धरती के साथ उसके गहरे संबंध को दर्शाता है. ओके, नेक्स्ट
നമുക്ക് ആക്ടിവിറ്റി 5 ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. പോസ്റ്റർ പढ़े और प्रश्नों की उत्तर लिखिएമാണ്. नाटक प्रस्तुति गांधी जी की नमक कथा GUPS कोल्लम की सभागृह में 7वीं कक्षा के छात्रों द्वारा August 15 समय 2 बजे सबका स्वागत ഒരു പോസ്റ്റർ ആണ്. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നാടക് കിസ് കഥ पर आधारित है. ഏത് കഥയോ ആയിട്ടാണ് ഈ നാടകം ചെയ്യാൻ പോണത്? ഇതന്നെയാണ് ഗാന്ധിജിക്ക് നമക് കഥ തന്നെയാണ് ആൻസർ വരിക. പോസ്റ്റർ കെ ആധാർ पर നാടക് പ്രസ്തുതിക്ക്. അപ്പോൾ ആൻസർ കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആൻസർ. ആദ്യത്തെ ഈ അണ്ടർലൈൻ ചെയ്തത് പോസ്റ്റർ കെ ആധാർ पर നാടക് പ്രസ്തുതിക്ക് റപ്പട്ട് തയ്യാർ കരയും. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. नाटक गांधी जी की नमक कथा पर आधारित है जो महात्मा गांधी द्वारा चलाए गए नमक सत्याग्रह से संबंधित है. ഇനി അടുത്ത പോസ്റ്ററിൻ്റെ വെച്ചിട്ട് നമുക്ക് റപ്പട്ട് ഉണ്ടാക്കണം. അത് അടുത്ത പേജിൽ കാണിച്ചു തരാം. നാടക് പ്രസ്തുതിക്ക് റപ്പട്ടാണ്. ഗാന്ധിജിക്ക് നമക് കഥ ഹെഡിങ് കൊടുക്കുക. നാടക് GUPS കൊല്ലം കി സഭ. നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു പ്ലേസ്, ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ പേര് അവിടെ കൊല്ലം അല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് കൊടുക്കുക കേട്ടോ. അവിടെ പ്ലേസിൻ്റെ പേരൊന്ന് എഴുതി കൊടുക്കുക. प्लेसिൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് 2 കുത്തിടുക കേട്ടോ. എന്നിട്ട് വേണം എഴുതാൻ. എന്നാണ് GUPS कोल्लम के सभागृह में 7वीं कक्षा के छात्रों द्वारा प्रस्तुत किया जाएगा. नाटक GUPS कोल्लम के सभागृह में 7वीं कक्षा के छात्रों द्वारा प्रस्तुत किया जाएगा. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. 2 ലൈൻ വേണ്ട. प्रस्तुति 15 अगस्त को दोपहर 2 बजे होगी. नाटक महात्मा गांधी की नमक सत्याग्रह पर आधारित है जिसमें नमक कानून तोड़ने और स्वतंत्रता संग्राम में इसके महत्व को दर्शाया जाएगा. इस नाटक का उद्देश्य छात्रों और दर्शकों को गांधी जी की सिद्धांतों और नमक सत्याग्रह की ऐतिहासिक महत्व से अवगत कराना है. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഞാൻ അതിലുള്ളത് വെച്ച് മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡായി വന്നതുകൊണ്ടാണ് കട്ട് ചെയ്തത് കേട്ടോ ഈ 2 ലൈൻ. ഇനി അത് നിങ്ങൾ തെറ്റാന്ന് വിചാരിക്കേണ്ട. റിപ്പീറ്റഡായി വന്നതുകൊണ്ട് കട്ട് ചെയ്തേ ഉള്ളൂ. അടുത്തത് गांधी ने खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. इससे संबंध घटनाएं पढ़ें. അപ്പോൾ ആ സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമക് കാ മഹംഗ ഹോന കാ കാരൺ ക്യാ ഹെ. നമുക്കിന് ഉപ്പിന് ഇത്ര വില കൂടാനുള്ള റീസൺ എന്തായിരുന്നു? അതിൻ്റെ ആൻസർ ഇതാണ്. नमक का महंगा होने का मुख्य कारण अंग्रेज़ों द्वारा नमक के उत्पादन और बिक्री पर एकाधिकार करके उस पर भारी टैक्स लगाना था. അടുത്തത് गांधी ने नमक बनाकर अंग्रेज़ों को काला कानून तोड़ा. इस घटना की रिपोर्ट तैयार करें. റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലേസിൻ്റെ പേര് വേണം, ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ കൊടുക്കണേ. ഗുജറാത്ത് കൊടുത്താൽ മതി, ദാണ്ഡി എന്ന് കൊടുത്താൽ മതി. ദാണ്ഡി ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. ഗാന്ധിജീനെ 12 मार्च 1930 को दांडी मार्च की शुरुआत की जिसमें उन्होंने साबरमती आश्रम से अपने 79 अनुयायियों के साथ 241 मील की दूरी 24 दिनों में तय की. 16 अप्रैल 1930 को दांडी पहुंचकर गांधी जी ने समुद्र के पानी से नमक बनाकर अंग्रेज़ों के नमक कानून को तोड़ा. उन्होंने इस कार्य को ब्रिटिश साम्राज्य की नींव हिलाने वाले बताया. ഓക്കെ, അങ്ങനെ ഇത് ചെറുതായിട്ട് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ മതിയാവും. അടുത്ത നമുക്ക് വരുന്ന ആക്ടിവിറ്റി 6 കവിതാംശ് പഠിയ ഒരു പ്രശ്നയ്ക്ക് ഉത്തരലിഖയാണ്. നമുക്കൊരു കവിത തന്നിട്ടുണ്ട്. ആ കവിതയായി റിലേറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ. കോൻ ഗിലോന ലായ ഹെ. ആരാണ് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നത്? ഗിലോനെ വാലെ. ഇതാണ് ആൻസർ കേട്ടോ. ഗിലോനെ വാലയാണ് ആൻസർ. സഹി മിലാൻ കരേൻ. സുന്ദർ സുന്ദർ നയേ ഗിലോനെ. ഹര ഹര തോത്ത ആണ് വരിക. ഏക് പൈസെ വാലി വരുന്നത് ഗേന്ദാണ് കേട്ടോ. ഇതാണ് ആൻസർ ഏക് പൈസെ വാലിയുടെ. ചോട്ടി സി മോട്ടർ ഗാഡി. അപ്പോൾ ഇത്രയാണ് നമുക്ക് 6 ആക്ടിവിറ്റീസും ഇതിൻ്റെ ആൻസറും വരുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ഒരുപാട് ഇതിനകത്ത് ഉണ്ട്. ഞാൻ എഴുതിയത് തന്നെ എഴുതണമെന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.